മാഷാ അല്ലാഹ്, കേരള യാത്രയുടെ വിജയവും വൻ ജനവ്യൂഹങ്ങളൊക്കെ കണ്ടപ്പോൾ നൗഷാദ് ആകെ വിറളിമുണ്ട്. ഇപ്പം നിക്കക്കള്ളില്ലാതെ നൗഷാദ് പറയണമെന്ന് കേട്ടു നോക്കി. മനസ്സിലായോ? അത്രയും മതപ്പതിച്ച ടീമാണ് നിങ്ങൾ എന്നതിൽ ആ രേഖകൾ തന്നെ. അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസായി തന്നതാ. വേണ്ടി വന്നാൽ വീഡിയോ തന്നെ വരും. ഇതാജാ നസ്രുള്ളാഹി കാണി ശരിയാവും. അതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യണ്ട, കയറി കളിക്കണ്ട. കള്ളക്കേസ് കൊടുക്കാനും ഞങ്ങളുടെ പ്രവർത്തകരെ മാത്രമല്ല ഞങ്ങളുടെ മശായിഖുമാർക്കെതിരിൽ കള്ളക്കേസ് കൊടുക്കാനും അവരെ കുടുക്കാനും അവർക്കെതിരെ ഗൂഢാലോചന നടത്താനും ആ രൂപത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മുഴുവനും ഞങ്ങൾ വലിച്ചു പുറത്തിടും. യാതൊരു സംശയവും വേണ്ട. ഇടക്കിടക്ക് ഞങ്ങളെടുത്തത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തന്ന ചെറിയ ചെറിയ സാധനങ്ങളാ ഈ ചാറ്റൊക്കെ. പക്ഷെ അപ്പോഴേക്ക് എന്തൊക്കെ ഇടങ്ങാറങ്ങളായത്. ഇന്നലെയും മിനിയാന്നുമായി ആയിരക്കണക്കിന് ഫോണുകളാണ് എനിക്ക് വന്നത്. ഒരാൾ ചോദിച്ചു എന്തും തരാം, നിങ്ങൾ അതൊന്ന് പിൻവലിക്കോ? ഞാൻ പറഞ്ഞു പിൻവലിച്ചിട്ട് എന്താ കാര്യം, എല്ലായിടത്തും എത്തിയില്ലേ? അല്ലെ പിൻവലിക്കാനാ ഞങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഓഫറിൽ വീഴുന്നവരാണോ ഞങ്ങൾ? ആരുടെ ചങ്ങായി എന്നോടൊക്കെ പിൻവലിക്കാൻ പറഞ്ഞത്? എന്ത് സ്ക്രീൻഷോട്ട് എന്നായി പറഞ്ഞു? ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ സംഭവം? എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഇജ് അവിടുന്ന് ഇവിടുന്ന് എനിക്ക് ആളുകൾ എത്തിച്ചു തരുന്ന പറഞ്ഞാൽ ഇജ് പിന്നെ എൻ്റെ നമ്പറിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പല ഗ്രൂപ്പിലും നീ കയറിയിട്ടില്ലേ? ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഈ നമ്പർ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരുപാട് ഗ്രൂപ്പുകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പല ഗ്രൂപ്പുകളിലും ഇതിലൂടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ ഈ നമ്പറിൽ ഈ നമ്പർ ഇതാ ഞാൻ കൊടുക്കുന്ന ഈ നമ്പറുണ്ട്. ഈ നമ്പർ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒഴിവാക്കി കളയും. ഇത് ഇവൻ്റെ നമ്പറാണ്. ഈ ഷെയ്ത്താൻ പലയിടത്തും കയറിയിട്ടാണ് അവരെത്തിച്ചു തരുന്നു ഇവരെത്തിച്ചു തരുന്നു. സത്യത്തിൽ ഇവൻ തന്നെ തുറപ്പം പണിയെടുക്കുകയാണ്. ഇത്ര അധികം ഫിത്തിനയിൽ ഡിപ്ലോമ എടുത്ത ചങ്ങായിനെ കേരള ജനത വേറെ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്ത് ചങ്ങായി? ഇതിലും വലുതൊക്കെ എന്തൊക്കെ പറഞ്ഞത്? വെറും 10 മിനിറ്റ് മതി എനിക്ക് പ്രസംഗിച്ചിട്ടില്ല മുമ്പ്. അതിലും വലുതാണ് അപ്പം ഇത്. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. ഈ ഉള്ളിനുള്ളിൽ വർക്ക് ചെയ്താണെന്ന് 13 കൊല്ലം മുമ്പ് പറയാൻ തുടങ്ങിയതാണ്. 10 മിനിറ്റ് കൊണ്ട് പൊളിച്ചു തരാമെന്ന്. 13 വർഷമായി, ഇപ്പോഴും പൊളിഞ്ഞിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. കേരള യാത്രയുടെ ജനതയുടെ ഒക്കെ ആ വലിപ്പറുപ്പം കണ്ടു ചെയ്യും. എത്ര നല്ല ഉഷാറായ പരിപാടി. മഹാനായ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം നടക്കുന്ന സമയത്തൊക്കെ ആൾക്കൂട്ടം കണ്ടു ചെയ്യും. ആ സമയത്ത് ഇങ്ങൾക്കോ മുമ്പിലിരിക്കുന്ന കുറച്ച് ബംഗാളികളും ഒപ്പം നിന്ന് ചിരിച്ചാൻ വേണ്ടി ഷെയ്ഖിൻ്റെ വാപ്പടക്കമുള്ള 3-4 പിന്നെ എന്നെ പോലത്തെ 3 ചെറിയശന്മാരും, ആകെ 7 3 10 ആൾക്കാർ അല്ലേ? ഇപ്പം വേറൊരു വർത്താനം കൂടി പറഞ്ഞു കേട്ടല്ലോ. എന്താപ്പത്? ആറ്റും വോയിസ് ഒന്നും അല്ല, ജീവനുള്ള വീഡിയോ തന്നെ ഞങ്ങളെ കയ്യിൽ റെഡിയാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങളുടെ സംഘത്തെ ആക്രമിക്കാനും കൊല്ലാനും അതുപോലെ തന്നെ ഈ രൂപത്തിൽ നിങ്ങൾ ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോ എടുക്കാം. പിന്നെ ഞങ്ങൾ എന്താ അത് വിടാത്തെന്നറിയോ? ഞങ്ങളെ മശായിഖുമാർ അവരുടെ റഹ്മത്ത് കൊണ്ടാണ്. ഇതൊക്കെ വിടുമ്പോൾ ഈ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ തലകെട്ടി കെട്ടിയിട്ടാണ് അത് പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് കേട്ടോ. അതിലൊരൊറ്റ ഒന്ന് ഞങ്ങൾ പുറത്തു വിട്ടാൽ നിങ്ങളെ മനുഷ്യർക്കൊപ്പം ഉണ്ടാവില്ല, മൃഗങ്ങൾക്കൊപ്പം എന്ന് പോലും പറയാൻ നിങ്ങൾക്കാവില്ല. എൻ്റെ മശായിഖുമാരുടെ റഹ്മത്ത് കൊണ്ട്, ലയനത്ത് കൊണ്ടാ ചങ്ങയ്യേ, റഹ്മത്തല്ല. അങ്ങനെ റഹ്മത്തുമില്ല പോൽക്ക്, ലയനത്തല്ലാത്ത വേറത്തുമില്ല. ഇങ്ങനത്തെ വിടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സാധനവുമില്ല. ഉണ്ട് ജന്നോ വിടും. ഇത് ഈ വിടും എന്നുള്ള വർത്താനം അത് പലരോടും വരുന്ന. അതിന് ഞാൻ ഇപ്പോൾ ആലോചിക്കണ മുമ്പ് ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാടിനോട് ഇതേ വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വലത്തിക്കൂട് പറഞ്ഞപ്പോൾ ഇജ്ജ് വിട്ടോ പിന്നെ അപ്പോൾ എൻ്റെ സാധനം ഇല്ല. ഇപ്പോഴും ഇജ്ജ് പറയേണ്ട എന്താണ്, എൻ്റെ മശായിഖുമാരുടെ ലയനത്തുണ്ടാകുന്നത്. അങ്ങനെ ലയനത്തുമില്ല, അവർക്ക് എൻ്റെ തെളിവുമില്ല. എന്താ മനസ്സിലാക്കിച്ചേ? അങ്ങനെ സംഗതിയില്ല. കാരണം ഇതൊരു ഷെയ്യുമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലിമീങ്ങൾക്കിടയിൽ, സമസ്തയുടെ ഗ്രൂപ്പുകൾക്കിടയിലൊന്നും ഒരു ഷെയ്യുമല്ല. അതിനെപ്പറ്റി എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചർച്ച ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിൽ വലിഞ്ഞു കയറിയിട്ടുണ്ടാവും. ലിങ്കൊക്കെ വരുന്നതല്ലേ അതിലൊക്കെ. പിന്നെ പറഞ്ഞോളൂ, കാര്യമായിട്ട് മറുപടി വെച്ചിട്ട് നമ്മൾ പറയാം. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇന്ന പോലത്തെ സാധാരണക്കാരായ ആൾക്കാർ മറുപടി പറയും. പിന്നെ 6 മാസത്തിൽ ഒരിക്കൽ പേരോട് ഉസ്താദ് ഒന്ന് കൊട്ടി പോകും. അതിൻ്റെ പിന്നാലെ 3-4 മാസം കുറച്ച് കൊണ്ട് നടക്കും. പിന്നെ ഒന്നും കൂടി കിട്ടും. ഇതാണ് അവസ്ഥ. എന്താ മനസ്സിലാക്കി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വസ്തുവല്ല, ഒരൊന്നുമല്ല. അതേ സമയത്ത് തെരുവിലിറങ്ങിയിട്ട് അങ്ങനെ പല കുരകളും കുരക്കുന്നുണ്ട്. എത്ര ആൾക്കാർ കുരക്കുന്നുണ്ട്, എത്ര യുക്തിവാദികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു തലയെ കെട്ട് യുക്തിവാദി. അതിനങ്ങേപ്പുറത്ത് ഇതൊന്നുമല്ല. ഞങ്ങളൊന്നും കാണുമില്ല.
ഇനി ഈ കൊട്ടിഘോഷിക്കുന്ന എൻ്റെ കുഞ്ഞമ്മ കൊട്ടിഘോഷിക്കുന്ന രൂപത്തിലുള്ള ഭീകരവാദികളും തീവ്രവാദികളും ഒന്നും ലയിപ്പിക്കാർ. അതിന് ഏറ്റവും വലിയ തെളിവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 13 വർഷക്കാലം തെരുവിൽ കുരച്ചിട്ട് നീയും ഇന്ന് ഉടലോടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ AP വിഭാഗം സുന്നികൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. തലസ്ഥാനത്ത് വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ 2 കാലം വെച്ച് നടക്കൂല, നെട്ടലിൽ നീർന്ന് നിൽക്കൂല. എന്താ മനസ്സിലാക്കിച്ച്? ഇന്നിപ്പോൾ ഇന്നെപ്പോലത്തെ ആൾക്കാർ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒന്ന് വെച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ ആദരണീയരായ പല ആളുകളും നമ്മളോട് ആ ശൈലി ഉപയോഗിക്കാനും ഈ ശൈലി മാറ്റാനൊക്കെ പറയാറുണ്ട്. എന്നാലും എൻ്റെ സംസാരത്തിലെ ഈ തമ്മാടിത്തരം കേൾക്കുമ്പോൾ നമ്മളും എൻ്റെ ആ ശൈലിയിൽ തമ്മാടിത്തരത്തിൻ്റെ ശൈലിയിലേക്ക് ഒച്ചിട്ട് പറയേണ്ടി വരികയാണ്. അതേ സമയത്ത് നമ്മളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർക്കും അതുപോലെ മുഹിബ്ബീങ്ങളാകുന്ന ഉലമാക്കൾക്കും ഉമറാക്കൾക്കൊന്നും എന്നോട് ഈ സംസാരിക്കുന്ന ശൈലി പോലും അവർക്ക് ഇഷ്ടപ്പെടാത്തതാണ്. മനസ്സിലാകണ്ടേ? എന്നിട്ട് അപ്പം എനിക്കറിയാം നമ്മളൊന്നും ചെയ്യൂലെന്ന്. ആ ഒരു ധൈര്യമാണ് നേരത്തെ ഒരു ഉസ്താദ് പറഞ്ഞതുപോലെ ആ ധൈര്യത്തിനാണ് ചെക്ക് ഇങ്ങനെ കൊഞ്ചലം കുത്തുന്നത് അല്ലേ? ആ ധൈര്യം ലംഘിച്ച് കുഞ്ഞുകുതിര ഇവിടെ കളിക്കും. എന്താ മനസ്സിലാക്കിയത്? എന്നിട്ട് ഓൻ പറയാം എനിക്കൊരു പേടിയില്ല. ഓൻ പേടിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞോട് ഇന്നെ കൊല്ലാൻ വേണ്ടിയുണ്ട്, ഇന്നെ ചേകന്നൂരിനെതിരെ കൊല്ലണമെതിരെ കൊല്ലുമല്ലോ എന്ന്. ഇത്തരം വലിയ പമ്പേസിട്ട് നടക്കണ ശരിക്കും പമ്പേസ് ഇജ്ജാണ്. ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് പമ്പേസ് നിന്ന് സമ്മതി പറഞ്ഞ മനസ്സിലായി. എനിക്ക് പമ്പേസ് എൻ്റെ ചേക്കുട്ടി പാപ്പാൻ്റെ അളിയൻ ഓനെയാണ് പമ്പേസ് വിളിച്ചത്. ശരിക്കും പേടിത്തൂറി ആയത് ഇജ്ജാണ്, എന്നെയാണ് പമ്പേസ് എന്ന് വിളിക്കേണ്ടത്. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് പേര് പൂക്കണതിന് മുമ്പ് ഓനാ പേര് പൂണതുകൊണ്ട് ഇനിയിപ്പോൾ മാറ്റാൻ ഗത്യന്തരമൊന്നുമില്ല.